ഹായ് ഓൾ, ദിസ് ഇസ് അഖിൽനാഥ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ പേര് ലവ് ലാംഗ്വേജ് എന്നാണ്. കാർത്തിക് ശങ്കറിൻ്റെ ഷോർട്ട് ഫിലിമാണ്. ഇത് ഇറങ്ങിയിട്ടെങ്ങാണ്ട് ഒരു 7 days ആയതേ ഉള്ളൂ. പുള്ളിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് 235K വ്യൂസ് കണ്ടുണ്ട്. ഒരു കോമഡി ഷോർട്ട് ഫിലിം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ലെറ്റ്സ് വാച്ച്. ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ ബെറ്റിയും ബെഡ് കോഫിയും ഒന്നും കിട്ടിയില്ല. അവിടെ വെച്ചിട്ടുണ്ടല്ലോ ഡൈനിങ് ടേബിളിൽ. എന്താണ് രാവിലെ മൂശാട്ടം? എന്തോ ചേട്ടൻ എന്താ രാവിലെ കാര്യം പറ. എന്ത് കാര്യം? ഒന്നുമില്ല. എന്താ കാര്യം പറ. കാർത്തി ഉണ്ട് ആരാ? അതെനിക്കിതൊരു മനസ്സിലാക്കി. എനിക്കറിയാം. ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ഹസ്ബൻഡ്, ഭർത്താവ്. ഭർത്താവ്, ലൈഫ് പാർട്ട്ണർ. ഒരു ലൈഫ് പാർട്ട്ണറിന്റെ റെസ്പോൺസിബിലിറ്റീസ് കാർത്തി ചെയ്യുന്നുണ്ടോ? അത് ഞാൻ ചെയ്യുന്നില്ലേ? എന്തൊക്കെയാ ചെയ്യുന്നത് പറഞ്ഞു. അത് ഞാൻ നല്ലൊരു ജോലിക്ക് പോകുന്നുണ്ട്, നന്നായിട്ട് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, പിന്നെ താൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട്. അങ്ങനെ അത്രേ ഉള്ളൂ, കഴിഞ്ഞു. താൻ എന്തോ മനസ്സിൽ വെച്ചിട്ടുണ്ട്. എന്താ മനസ്സിൽ നിന്ന് തുറന്ന് പറ. ആ, ഇതാണ് എന്തെങ്കിലും പറഞ്ഞതായി ദേഷ്യം. ഞാൻ ഒന്നും പറയുന്നില്ലേ. എടോ, താൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ചെറുപ്പം തൊട്ടേ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച് ആ ജോലിക്ക് രാവിലെ ഞാൻ കുളിച്ചൊരുങ്ങി പോകുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാനാണ്. അല്ലാതെ ഞാൻ പോകുന്നൊരു ജോലിശാലയത്തിലേക്കല്ല. എന്നുവെച്ചാ പ്രശ്നം ഗണിച്ച് മനസ്സിലാക്കാൻ ഞാൻ ജോലിച്ചനല്ലെന്ന്. ആ കാര്യം എന്താ വെച്ചാൽ പറ. കുറച്ചു മുന്നേ കാർത്തിന്റെ ആരാന്ന് പറഞ്ഞു? ലൈഫ് പാർട്ട്ണർ. ദേഷ്യം വരുന്നുണ്ട്. ഒരു ലൈഫ് പാർട്ട്ണറിന്റെ മുഖത്ത് നോക്കി ഉള്ളിൽ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇല്ല, ഞാനെന്താടി കിളി ജോലിച്ചത് മുഖം നോക്കി ലക്ഷണം പറയാം. നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. നീ പറഞ്ഞിട്ട് എന്തിനാ? വിട്ടേക്ക് കാർത്തി, പോക്കോ. അയ്യോ, ഞാൻ കാല് പിടിക്കാം. നോക്കി, ഞാൻ കാല് പിടിക്കാം. എന്താ കാര്യം എന്നൊന്ന് പറയൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. പറയാം. ഒരു ലൈഫ് പാർട്ട്ണർ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയും? ഓതളങ്ങ. എനിക്കറിയാത്തോണ്ടല്ലേ ചോദിക്കണം. കാര്യം കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് എന്താന്ന് കേട്ടിട്ടുണ്ടോ? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് ഈ അഭിനന്ദനം, അപ്രീസിയേഷൻ, അതൊക്കെ. ആ, കറക്റ്റ്. കല്യാണം കഴിഞ്ഞ് എപ്പോഴെങ്കിലും കാർത്തിനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? നീ തമ്മിൽ ഓട്ട മത്സരത്തിന് ജയിച്ചോ? അഭിനന്ദിക്കാൻ. അതല്ല, ഈ കോംപ്ലിമെന്റ് വെച്ചൊരു ലവ് ലാംഗ്വേജ്. അതിന് ലവ് ലാംഗ്വേജ് എന്താണെന്ന് അറിയാവോ? ലവ് ലാംഗ്വേജ് അത് മൊത്തം 5 ലവ് ലാംഗ്വേജ് ഉണ്ട്. ഫസ്റ്റ് വൺ വേർഡ്സ് ഓഫ് അഫർമേഷൻ. ഈ കോംപ്ലിമെന്റും അപ്രിസിയേഷനും ഒക്കെ അതിനുള്ളിൽ വരും. സെക്കൻഡ് വൺ ക്വാളിറ്റി ടൈം. തേർഡ് വൺ ഗിഫ്റ്റ് ഗിവിംഗ്. ഫോർത്ത് വൺ ആക്ട്സ് ഓഫ് സർവീസ്. ഫിഫ്ത് വൺ ഫിസിക്കൽ ടച്ച്. ഇതൊക്കെ നിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്ന? ഇതൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. ഇതൊക്കെ ഒരു പാർട്ട്ണർ അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കാർത്തിനോട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഫിസിക്കൽ ടച്ച്. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിക്കില്ലേ? ഈ 5 എണ്ണം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരെണ്ണം കോംപ്ലിമെന്റെങ്കിലും ചെയ്തുകൂടെ കാർത്തിക്ക്? കോംപ്ലിമെന്റ് ഞാൻ ചെയ്യാറില്ലേ? ആണോ? ആഹാ, വന്നേ ഇരി. എന്റെ മുഖത്തോട്ടൊന്ന് നോക്കി. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? നീ എന്താ മണിച്ചിത്രത്താഴെ പപ്പു കളിക്കോ? ചോദിച്ചാൽ അത്ര പറ. എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഈ പിരികത്തിന്റെ ഇവിടെ 2 രോമം എന്താ ഇങ്ങനെ ഇപ്പൊ ഉണ്ട്? അല്ല, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ 2 ദിവസമായിട്ട് എന്റെ മുഖത്ത് വ്യത്യാസം കാർത്തി ശ്രദ്ധിച്ചിട്ടില്ല.
ആ അതാണ് 2 ദിവസമായിട്ട് മുഖത്ത് ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ട് കേട്ടോ. ഓപ്പിടാനല്ല ഞാൻ പറഞ്ഞത്. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, പറ. ഈ മൂക്കുത്തി ഉണ്ടോ? മൂക്കുത്തി എത്ര വേദന സഹിച്ചതാകും ഞാൻ ചെയ്തു. ആർക്ക് വേണ്ടിയാണ്? കാർത്തിക്ക് ഇഷ്ടമായതുകൊണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞ 2 ദിവസമായിട്ട് നല്ല ക്യൂട്ട്നെസ് ഉണ്ട്. ഒന്ന് പോകാത്തി. കാർത്തിക്ക് ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പ്രേമിച്ചിരുന്ന സമയത്ത് പുതിയ പൊട്ട്, പുതിയ കമ്മല്, എന്തെങ്കിലും പുതിയ ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ട് അവരെ കാർത്ത് ശ്രദ്ധിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം കോംപ്ലിമെന്റ് ചെയ്യാൻ പഠിക്കുക. കോംപ്ലിമെന്റ് കാണിച്ചു തരാം. കോംപ്ലിമെന്റ് മനോഹരമായിട്ടാണ് താൻ ആ തുണിയൊക്കെ കഴുകിയിടുന്നത്. അയലൊക്കെ അങ്ങനെ വിരിച്ച് അങ്ങനെ അങ്ങോട്ട് ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അപ്രീഷിയേറ്റ്. ഇത് ജ്യൂസ് അമൃതോ? അമേസിംഗ് ആയിട്ടുണ്ട്. അപ്രീഷിയേറ്റഡ്. എഴുന്നേറ്റ് എന്താ ഉറങ്ങിക്കിടക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? കൈയൊക്കെ വെച്ച് അമേസിംഗ്. എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ തോന്നില്ല. അതെ, നിങ്ങളെ ആണുങ്ങൾക്ക് ഇതൊക്കെ വെറും ഒരു കളിത്തമാശയായിരിക്കും. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ വലിയ കാര്യമാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ സ്വന്തം പാർട്ട്ണറിന് ഈ കോംപ്ലിമെന്റും അപ്രിസിയേഷനും ഒന്നും ആഗ്രഹിക്കാറേ ഇല്ലേ? ഈ കോംപ്ലിമെന്റും അപ്രീസിയേഷനും ഒക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷെ അതൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പാർട്ട്ണറിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ചെറിയ ചോദ്യം. താൻ ഓക്കെ ആണോ എന്ന് വിചാരിച്ച് തന്റെ ലവ് ലാംഗ്വേജ് ഒക്കെ പൊട്ടയാന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇതൊരു ലവ് ലാംഗ്വേജ് അല്ലടോ. കിടക്ക. അപ്പോൾ അതായിരുന്നു ലവ് ലാംഗ്വേജ് ഷോർട്ട് ഫിലിം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം, സെറ്റാണ്. കാർത്തിക് ശങ്കറിൻ്റെ ഷോർട്ട് ഫിലിംസ് എല്ലാം വളരെ നല്ലതാണ്. അത് അവസാനിപ്പിക്കുന്നത് നല്ല ഒരു മെസ്സേജോട് കൂടിയാണ് എപ്പോഴും. എല്ലാ ഷോർട്ട് ഫിലിമും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒട്ടുമിക്ക ഷോർട്ട് ഫിലിംസും എല്ലാം അങ്ങനെയാണ്, അവസാനിപ്പിക്കുന്നതെല്ലാം ഒരു നല്ലൊരു മെസ്സേജ് തന്നിട്ടാണ്. വളരെ ഒരു ഇതാണ്, സെറ്റാണ് പുള്ളിയുടെ എല്ലാ ഷോർട്ട് ഫിലിംസും. മിക്കതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും അതുപോലെ തന്നെ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ ഇതിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് കാണണമെന്നുള്ളവർ അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ കയറി കാണുക. ഓക്കെ, എനിവേ, താങ്ക് യു ആൻഡ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ.